നമ്മളിപ്പോൾ തിരുവാതിരക്കളിക്ക് പകരം ഓണക്കളിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓണം വരുന്നത് ഓണക്കളിയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഓണക്കളി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പുതിയ സ്റ്റെപ്സ് പഠിപ്പിക്കാൻ പോവാണ്. എല്ലാവരും കണ്ടുപഠിക്കുക. നമുക്കിന്ന് പുതിയ ഒരു സ്റ്റെപ്പ് പഠിക്കാം. നമ്മൾ ഓണക്കളിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവാതിരക്കളിയല്ല, ഓണക്കളിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. നമുക്ക് നോക്കാം. ശരി, നമുക്ക് കൈയും കാലും ഒരുമിച്ചാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യത്തെ പോലെ ഇങ്ങനെയൊന്നുമില്ല. ഈസി ആണല്ലോ. കൈ അതൊന്ന് വെറുതെ തരുന്നതാണ്. 1 2 3 4 ഇവിടെ വരുന്നു. അടുത്ത ആൾ ഇവിടെ നിൽക്കുന്ന ആൾ 1 2 3 4 അടുത്ത ആളുടെ അടുത്ത് വരും. അപ്പൊ മറ്റുള്ളവർ അവിടെ നിന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും 1 2 3 4 1 2 3 4 ഇങ്ങനെ മാറി മാറി നമ്മൾ വരും. മനസ്സിലായത്? അപ്പൊ ഒരാൾ മാറി വരുമ്പോ അത് ഞാൻ കാണിച്ചു തരാം. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? റെഡി? റൗണ്ട് 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 നമുക്ക് ചെയ്യാം. സ്റ്റെപ്പ് മനസ്സിലായാലും ചവിട്ടിക്കൊള്ളാം. 1 2 ഇനി എവിടെ നിന്നോ ഞാൻ പറഞ്ഞു തരാം. 1 2 ഞാൻ 1 2 3 4 കാണിച്ചു തരാം. എങ്ങനെയാണ് നിങ്ങൾ 1 2 3 ചവിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് മാത്രം ചവിട്ടിക്കൊണ്ടിരിക്കണം. 1 2 3 4 അങ്ങോട്ട് നീ കൊടുക്കാം. 2 നീ കൊണ്ട് ഓക്കെ. അടുത്ത ആൾ ഓക്കെ. അപ്പൊ ആൾ നീ കൊടുക്കാം. 1 2 3 4 അപ്പൊ ഇയാൾ ഇങ്ങോട്ടാണ് നിങ്ങൾ ഡാൻസ് ചെയ്തോ. 1 2 3 4 1 2 പോകട്ടെ പോകട്ടെ. 1 2 3 4 1 2 1 2 അപ്പൊ നീ കൊടുക്കാം. 4 1 2 3 4 1 പൊക്കോളും പൊക്കോളും. 1 2 3 4 1 പോകട്ടെ. 1 2 3 4 1 2 3 4 കണ്ടാ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തും. അപ്പൊ നമ്മുടെ 1 2 3 ചെയ്യുമ്പോ ഒന്നും ഇതാണില്ല. ഇത് മുട്ട് മടിക്കിട്ട് 1 കാലൊന്ന് ഇത്രയേ ഉള്ളൂ കേട്ടാ. 1 2 1 2 3 ഇപ്പൊ നമുക്ക് വെറുതെ അത്രയേ ഉള്ളൂ. മനസ്സിലായി? സംശയം നമുക്ക് ഒന്നും ചെയ്യാൻ കുഴപ്പമില്ല. ഒന്ന് റൗണ്ട് ചെയ്യുന്ന റെഡി. ഒന്നുകൂടിയാണേ. 1 2 1 2 3 4 1 2 1 2 3 ഇങ്ങോട്ട് പോകണം. 1 2 1 2 ഒരാൾ വരുമ്പോ മറ്റൊരു മനസ്സിലായോ? ഒരാൾ വരുമ്പോ അവർക്ക് നിൽക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. എന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ. അത് വലിയ കൊടുക്കും. നമ്മുടെ ഈ ആളിപ്പോ ഞാൻ ഇങ്ങോട്ട് നീങ്ങാൻ ആൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഓരോരുത്തരും നീങ്ങി കൊടുക്കണം. അത്രേ ഉള്ളൂ. എന്നുകൂടെ നോക്കാം. റെഡി? 1 2 ഇപ്പോഴും 1 2 3 4 1 2 1 2 ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. ഞാൻ അങ്ങോട്ട് വരണം. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ 1 ചവിട്ടുമ്പോ നമ്മൾ വലത് കാലാണ് ചവിട്ടണം അല്ലേ? 1 ഇത്രയുള്ള സ്റ്റെപ്പ്. നമ്മുടെ ഇടതോട് കൈത്തട്ടി 2 അത്രയുള്ള സ്റ്റെപ്പ് കേട്ടോ. ഒന്നുകൂടെ ചെയ്യാം. ടീച്ചറിന്റെ അപ്പുറത്ത് രണ്ടാളും വീണ്ടും ഞാൻ ഒന്ന് ചെയ്യണല്ലേ. ഇപ്പുറത്തോട്ട് വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് നീങ്ങി തന്നാൽ മതിയില്ല എനിക്ക് വരാനായിട്ട്. അവിടെ തന്നെ നമ്മളൊന്നും കളിച്ച ആദ്യം ഇങ്ങോട്ട് വന്ന ആൾ ക്രോസ് ചെയ്ത് വന്ന ആൾക്ക് പിന്നെ ഒന്നും പിന്നെ അവിടെ തന്നെ മാറ്റുന്നില്ല. അടുത്ത ആളെടുത്ത് ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നില്ലേ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകും. അടുത്ത ആൾ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ വരുമ്പോ ഇപ്പൊ താങ്കൾ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇങ്ങോട്ട് നീങ്ങി തന്നാണല്ലോ. അല്ലാതെ പ്ലേസ് കിട്ടില്ല. അപ്പൊ ഇനി ഞാൻ അങ്ങോട്ട് വരുവാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് നീങ്ങി തരണം. അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും മനസ്സിലായോ? എല്ലാവരും അങ്ങനെ നീങ്ങി തരണം. നോക്കിയാ റെഡി? ഒന്നുകൂടി ചെയ്ത് നോക്കാം. റെഡി? ചെയ്യാം. 1 2 3 4 1 2 1 2 ഇങ്ങോട്ട് മതിയില്ല. അങ്ങോട്ട് മാറിയിട്ട് എനിക്ക് വരുള്ളൂ. ഞാൻ ഒന്നുകൂടെ ചെയ്ത് നോക്കാം അല്ലേ? സംശയമില്ലല്ലോ. ശരിയാ. ഒന്നുള്ളൂ. 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2
3 4 അത്രയേ ഉള്ളൂ. ആ അപ്പൊ ഇത് നമുക്ക് പാടി നോക്കാം. ഇത് പാട്ട് പാടിയെന്ന് നോക്കി ചെയ്യാം അല്ലേ? സ്റ്റെപ്പ് മാറ്റമില്ല, ഇത് തന്നെയാണ് പാടാൻ പോവാണ്. നാരികൾ വളർന്നു മറ്റുള്ളവരും നെയ്യോടെങ്ങും വസിച്ച കാലം, നാരിമാർ വളർന്നു മറ്റുള്ളവരും നെയ്യോടെങ്ങും വസിച്ച കാലം, മറ്റുള്ളവരും നെയ്യോടെങ്ങും വസിച്ച കാലം, നാരിമാർ വളർന്നു മറ്റുള്ളവരും നെയ്യോടെങ്ങും വസിച്ച കാലം. പക്ഷെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അതേ ചെയ്തു. നമുക്ക് ഇനി ഇടയ്ക്ക് വേറെ ലൈൻ വരുന്നുണ്ട് പാട്ട്, അപ്പൊ ചെറിയൊരു വ്യത്യാസം വരും. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഇത്രയും ചെയ്യാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിർത്താം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എവിടെയാണ് ചെയ്യേണ്ടത് കേട്ടാ. നോക്കാം. നാരിമാർ വളർന്നു മറ്റുള്ളവരും നെയ്യോടെങ്ങും വസിക്കും കാലം, നാരിമാർ വളർന്നു മറ്റുള്ളവരും നെയ്യോടെങ്ങും വസിക്കും കാലം. അവിടെ ചെയ്തിന്റെ അടുത്തത് അത് തന്നെ ചെയ്യാണ് നമ്മളിപ്പോ. അവിടെ വീണ്ടും ബാക്കി നമ്മളാദ്യം ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്യാം. കള്ളമില്ല അങ്ങോട്ട് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ വെള്ളമില്ല പൊടി വചനം, കള്ളമില്ല ചത്തിയുമില്ല വെള്ളമില്ല പൊടി വചനം, വെള്ളമില്ല പൊടി വചനം. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. ക്ഷീണിച്ചോ? ഇല്ല. അപ്പൊ നമുക്കൊന്നും ചെയ്യാം. നമുക്ക് ആദ്യം നിന്ന പോലെ നമ്മുടെ പ്ലേസിൽ നിൽക്കാം. ഒന്നുകൂടി ചെയ്ത് നോക്കാം. റെഡിയാണല്ലോ? ചെയ്യാം. നാരിമാർ വളർന്നു മറ്റുള്ളവരും നെയ്യോടെയും വസിക്കും കാലം, നാരിമാർ വളർന്നു മറ്റുള്ളവരും നെയ്യോടെയും വസിക്കും കാലം, കള്ളവുമില്ല കള്ളവുമില്ല ചത്തിയുമില്ല വെള്ളമില്ല പൊടി വചനം, കള്ളവുമില്ല ചത്തിയുമില്ല വെള്ളമില്ല പൊടി വചനം, വെള്ളമില്ല പൊടി വചനം. അത്രയേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ചെറുതായിട്ടൊന്നും സംശയിച്ചു. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് നിർത്താതെ ചെയ്യണം. പാട്ട് പാടുമ്പോ അതിനൊപ്പം ചെയ്യണം. ഒന്നുകൂടെ ചെയ്യാം. നാരിമാർ വളർന്നു മറ്റുള്ളവരും നെയ്യോടെയും വസിക്കും കാലം, നാരിമാർ വളർന്നു മറ്റുള്ളവരും നെയ്യോടെങ്ങും വസിക്കും കാലം, കള്ളവുമില്ല കള്ളവുമില്ല ചത്തിയുമില്ല വെള്ളമില്ല പൊടി വചനം, കള്ളവുമില്ല ചത്തിയുമില്ല വെള്ളമില്ല പൊടി വചനം, വെള്ളമില്ല പൊടി വചനം. മനസ്സിലായ? നന്നായിട്ട് കുറച്ചും ചെയ്താലോ? ചെറിയ സംശയം വന്നു അല്ലേ? നാരിമാർ വളർന്നു മറ്റുള്ളവരും നെയ്യോടെയും വസിക്കും കാലം, നാരിമാർ വളർന്നു മറ്റുള്ളവരും നെയ്യോടെയും വസിക്കും കാലം, കള്ളവുമില്ല കള്ളവുമില്ല ചത്തിയുമില്ല വെള്ളമില്ല പൊടി വചനം, കള്ളവുമില്ല ചത്തിയുമില്ല വെള്ളമില്ല പൊടി വചനം, വെള്ളമില്ല പൊടി വചനം. നന്നായിട്ട് മനസ്സിലായി? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? നന്നായിട്ട് ചെയ്തു നിങ്ങൾ. ഓക്കെ. അപ്പൊ നമുക്ക് നന്നായിട്ട് മനസ്സിലായി ഓണക്കളി എന്താണെന്ന്. മനസ്സിലായി ഓണക്കളി എന്താണെന്ന്. ഓണക്കളി വെള്ളത്തിങ്ങനെ തുള്ളി ചാടി ഇങ്ങനെ അതൊന്നും നമ്മൾ സാധാരണ നമ്മളിപ്പോ ആദ്യമായിട്ടാണ് ശരിയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ തിരുവാതിര കളിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പാടൊന്നും ഉണ്ടാവില്ല. നമ്മൾ വെറുതെ കൈ കൊട്ടിക്കൊണ്ടാണല്ലോ ചെയ്യുന്നത്. കുഴപ്പമില്ല. ഓണക്കളി നമുക്ക് ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഈ ഓണക്കളിയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരണം. ഓണം വരുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരണം ചെയ്തതേയുള്ളൂ. അപ്പം നിങ്ങൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്തെല്ലാവരും നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം അല്ലേ? നമുക്കിനി അടുത്ത ക്ലാസ് എഴുതണം. സ്റ്റെപ്സ് എല്ലാവരും കണ്ടു കാണും. നല്ല സ്റ്റെപ്സാണ്. കുറച്ച് ഒരു 5-8 പേരുണ്ടെങ്കിൽ അത് ഭംഗിയുണ്ട്. അവിടുത്തെ ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ആ സ്റ്റെപ്സുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സ്റ്റെപ്പ് കാണാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക്, എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഇത് കാണുക. കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കമൻസൊക്കെ ഇടാം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻസ് ഇടാം. ഇത്രയും നേരം ശരി കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.